ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്ററാണ് ഡൈവേഴ്സ് ഓർഗാനിസം അല്ലെങ്കിൽ ജന്തുജാലങ്ങൾ. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ് കേട്ടോ. പാർട്ട് 1 കയറി കാണണേ കുഞ്ഞുങ്ങളെ. അതായത് ഇതിനെക്കുറിച്ച് എല്ലാം കേട്ടോ എവിടെ വരെ പഠിപ്പിച്ചെന്ന് വെച്ചാൽ ഈ കുഴിയാന കേട്ടോ, ആൻഡ്ലിയോണെ കുറിച്ചുകൾ, അതുപോലെ മെറ്റാമോർഫസിസ്, പിന്നെ ഈ സ്പൈസസുകൾ എന്താണെന്നതിനെക്കുറിച്ച് പഠിച്ചു, കളർഫുൾ ഇൻസെക്ട്സുകളെ കുറിച്ച്, മോത്ത് കേട്ടോ, ചിത്രശലഭങ്ങളില്ല, നിശാശലഭങ്ങൾ കേട്ടോ, ഇതിനെക്കുറിച്ച് എല്ലാം. അതായത് നമ്മൾ ആൻറ്റിൻ്റെ പിന്നെ വിങ്ഡ് ആൻഡ് അല്ലേ, അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. പേജ് നമ്പർ 146 വരെയുള്ള അല്ലേ, ഇവിടെ വരെ നമ്മൾ എടുത്തു കേട്ടോ. അതായത് നമ്മൾ മൊത്തം 24 ക്വസ്റ്റ്യൻ ആൻസർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടില്ലാത്തവർ കയറി കാണണേ കുഞ്ഞുങ്ങൾ കേട്ടോ ഫാസ്റ്റ്, കാരണം അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷുകാർക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് രണ്ട് മീഡിയക്കാർക്കും അപ്പോൾ എഴുതാൻ പറ്റും കേട്ടോ. മോത്ത് എന്താണ്, ചിത്രശലഭങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ പുഴു അല്ലേ, ആദ്യ പുഴുക്കളെക്കുറിച്ചായിരുന്നു പഠിച്ചത്. പിന്നെ ഈ പുഴുക്കൾ രൂപാന്തരണം പ്രാപിച്ച് അല്ലേ, മെറ്റാമോർഫോസിസ് എന്ന് വെച്ചാൽ രൂപാന്തരണം മാറുന്നു. പിന്നെ പാറ്റകളെ കുറിച്ചും പാറ്റ കുഞ്ഞുങ്ങൾ, നിംഫ് കേട്ടിട്ടുണ്ടോ നിങ്ങളെ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ കാർഷിക വിളകൾക്കൊക്കെ ദോഷം വരുത്തുന്ന കീടങ്ങളെക്കുറിച്ച് പഠിച്ചു. ചിറകുള്ള ഇൻസെക്ട്സുകൾ, അതായത് ബട്ടർഫ്ലൈസിനെ കുറിച്ചും, മോത്ത് അതാ നിശാശലഭങ്ങളെക്കുറിച്ചും, പിന്നെ ഉറുമ്പുകളെക്കുറിച്ചും, ചിറകുള്ള ഉറുമ്പുകളെക്കുറിച്ചും ഒക്കെയാണ് അല്ലേ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ക്രിയേച്ചർ ഉണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പേജ് നമ്പർ 146 പേജിൻ്റെ കേട്ടോ, 146 പേജിൻ്റെ ഹൗ മെനി അതർ സ്മാൾ ക്രിയേച്ചർ അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ് നിങ്ങളെ, ടെർമൈറ്റ്സുകൾ, ചിതലുണ്ട്, വാസ്പ്, ഹണി ബി, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ അങ്ങ് എഴുതിക്കോ കേട്ടോ. അപ്പോൾ നമ്മൾ 1ാമത്തെ പാർട്ടിനകത്തിൽ അത്രയാണ് പഠിച്ചത്. ഇനി പാർട്ട് 2 നോക്കൂ നിങ്ങളെ, ദ ബോഡി ഓഫ് ഇൻസെക്ട്സ് കാണാൻ പറ്റുന്നുണ്ടോ? ദ ബോഡി ഓഫ് ഇൻസെക്ട്സ്, ഒരു ഗ്രാസ് ഹോപ്പറിൻ്റെ പടം കൊടുത്തേക്കുന്നത് അല്ലേ. ദ ബോഡി ഓഫ് ഇൻസെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, പ്രാണികളുടെ ശരീരം എന്നാണ്. എന്താ നിങ്ങളെ, പ്രാണികളുടെ ശരീരം എന്നാണ്. ഇവിടെ നോക്കിക്കേ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടോ, ഒബ്സർവ് ദ ബോഡി പാർട്ട് സച്ച് ആൻറ്റിന. അതൊരു ആൻറ്റിന കൊടുത്തേക്കുന്നുണ്ടോ? പണ്ടത്തെ ടി വിക്കൊക്കെ ആൻറ്റിന, ഇപ്പം നിങ്ങൾക്ക് അതൊന്നും അറിയത്തില്ലായിരിക്കും, ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ടി വിക്ക് ആൻറ്റിന ഉണ്ടായിരുന്നു കേട്ടോ. ലഗ്സ്, വിങ്സ് ആൻഡ് ഐസ് ഓഫ് ദ ഇൻസെക്ട്സ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് ബോഡി പാർട്ട്? ഇതിൻ്റെ ഈ ബോഡി പാർട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നിങ്ങളെ, അത് എന്താ സവിശേഷത എന്തൊക്കെയാണ്? ഡു അതർ ഇൻസെക്ട്സ് ആൾസോ ഹാവ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്? പ്രസൻറ്റ് യുവർ ഫൈൻഡിങ് ആസ് എ സെമിനാർ. വല്ലതും മനസ്സിലായോ? അതായത് ഈ പ്രാണികളുടെ ശരീരഭാഗങ്ങളായ ഈ ആൻറ്റിന എന്ന് പറയുന്നതിനെ സ്പർശിനി എന്നാണ് മലയാളം പറയുന്നത് കേട്ടോ. സ്പർശിനികൾ, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവ നിരീക്ഷിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് നിരീക്ഷിക്കാൻ പറഞ്ഞത്? ആൻറ്റിന, ലെഗ്, വിങ്സ്, ഐസ് ഇവയെല്ലാം നിരീക്ഷിച്ചിട്ട് എന്താ അതിൻ്റെയൊക്കെ സവിശേഷത കേട്ടോ ഒബ്സർവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താ നിങ്ങളെ, ഇത് വല്ലതും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കേ, അതിൻ്റെ ഈ പിക്ചർ നോക്കിയിട്ടാണ് നിങ്ങളെ കേട്ടോ. ഈ പിക്ചർ ഞാൻ പടം വരച്ചില്ല, അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് അങ്ങ് പറയാം എന്തൊക്കെയാണെന്ന് നോക്കണേ. വേണ്ടേ, ദ ബോഡി ഓഫ് ഇൻസെക്ട്സ്, നമ്മുടെ ആ ഗ്രാസ് ഹോപ്പറിൻ്റെ പിക്ചറാണ് നിങ്ങൾ കേട്ടോ. അത് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ, കാരണം പടമൊന്നും വരയ്ക്കുന്നില്ല. അത് നോക്ക്, തലയുടെ മുൻഭാഗത്തായിട്ട് 2 സ്പർശിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ നോക്കിയിട്ട് വേണം എഴുതാൻ. എന്നിട്ട് തലയുടെ 2 ഭാഗത്തായിട്ട് 2 ആൻറ്റിന, സ്പർശിനി എന്ന് വെച്ചാൽ ആൻറ്റിനയുണ്ട്. എല്ലാ പ്രാണികൾക്കും 6 കാലുകളാണ് ഉള്ളത്. 1 2 3, ഇതേലെ ഒരെണ്ണം അപ്പുറത്തും ഉണ്ട് കേട്ടോ. 4 5 6 കേട്ടോ. 1 2 ഇതുപോലെ ഒരെണ്ണം അപ്പുറത്തുണ്ട്. 3 4 5 6 എണ്ണം ഉണ്ടെന്ന് ഇതിനെക്കുറിച്ച് കേട്ടോ. പിന്നെ എല്ലാ പ്രാണികൾക്കും 6 കാലുകളുണ്ട്. 4 ചിറകുകളാണ് ഇവയ്ക്കുള്ളതെന്ന്. 4 ചിറകുകളാണ് ഇവയ്ക്കുള്ളത് കേട്ടോ. ഇതുകൂടെ അങ്ങ് ഈ ഇതില്ലേ, ഈ എന്താ മണ്ടയ്ക്കുള്ള ഈ പച്ച കളർ, ഗ്രാസ് ഹോപ്പർ ആണെങ്കിൽ ഇതിൻ്റെ പച്ച കളർ അല്ലേ, അതും ഉണ്ട് കേട്ടോ. അത് 4 ചിറകുകൾ ഉണ്ട്. പിൻചിറകുകൾ മുൻചിറകുകളെക്കാൾ വലുതാണ്. ഇതായിരിക്കും നിങ്ങളെ ചിറകുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ മുൻചിറകുകൾ എന്താ, ഈ മുൻചിറകുകൾ പിൻചിറകുകളെക്കാൾ എന്താണ്, ചെറുതാണെന്ന്. നോക്കി, ഇതിനേക്കാൾ ചെറുതാണ് എന്താ, പിൻചിറകുകൾ മുൻചിറകുകളേക്കാൾ ചെറുതാണെന്ന്. പിന്നിലുള്ളത് മുന്നിലുള്ളതിനേക്കാൾ ചെറുതാണെന്ന് കേട്ടോ.
ഓക്കെ. പിന്നെ കണ്ണുകളോ തലയ്ക്ക് ഇരുവശങ്ങളായിട്ട് കാണപ്പെടുന്നു. കണ്ണ് നോക്കിയേ, തലയുടെ കണ്ടോ ഫ്രണ്ടിലായിട്ട്. ഇങ്ങനത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ലേ? നമ്മുടെ വൃത്താകൃതിയിലുള്ള മുഖവും അല്ലാതെയുള്ള മുഖങ്ങളും കണ്ണുകൾ വരുന്നത് എങ്ങനെയാണെന്ന്. അതായത് കുഞ്ഞുങ്ങളെ, ആട്, പശു ഇവയൊക്കെ എന്താണ്, വട്ടത്തിലുള്ള മുഖമാണോ? അല്ല. അല്ലാതെ ഉള്ള മൃഗങ്ങളെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണുകൾ കണ്ടോ ഇരു സൈഡിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ആടിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും പുറകിലുള്ള കാര്യങ്ങളും അതിനെ കാണാൻ പറ്റും അല്ലേ? പക്ഷേ വട്ടത്തിലിരിക്കുന്ന മുഖത്തിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് പുറകിലുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് കടുവ, പുലി ഇങ്ങനെ, അതായത് മുഖം വട്ടത്തിലിരിക്കുന്ന ജീവികൾക്കൊന്നും പുറകോട്ട് നോക്കിയെങ്കിൽ മാത്രമേ പുറകിലുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ ആട്, പശു, പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ഗ്രാസ് ഹോപ്പർ അങ്ങനെയൊക്കെയുള്ള ഈ എന്ന് വെച്ചാൽ മുഖം എന്താ ഇങ്ങനെ കൂമ്പിച്ചിരിക്കുക എന്ന് പറയത്തില്ല, നീളത്തിലിരിക്കുന്ന അങ്ങനെയുള്ള ജീവികൾക്കെല്ലാം എന്താ പുറകിലുള്ള വസ്തുവിനെ എൻ്റെ കണ്ണ് തിരിഞ്ഞു നോക്കാതെ തന്നെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിനകത്തുള്ളത്. പറയുന്നില്ല, ഞാനങ്ങ് പറഞ്ഞ എന്ന് വെച്ചാൽ ഇതിലെ ഒരു ചാപ്റ്ററിൽ അത് പഠിക്കാനുണ്ടോ നിങ്ങളെ. പിൻചിറകുകൾ മുൻചിറകുകളേക്കാൾ ചെറുതാണ്. കണ്ണുകൾ തലയ്ക്ക് ഇരുവശത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു 3-4 വരി പഠിച്ചു വെച്ചേക്കണേ. ഇതിനകത്തിൽ തലയുടെ മുൻഭാഗത്തായി 2 സ്പർശിനികളുണ്ട്. എല്ലാ പ്രാണികൾക്കും 6 കാലുകളുണ്ട്. 4 ചിറകുകളാണ് ഉള്ളത്. പിന്നിലുള്ള ചിറകുകൾ മുന്നിലുള്ള ചിറകിനേക്കാൾ ചെറുതാണ്. കണ്ണുകൾ തലയ്ക്ക് ഇരുവശവുമായാണ് കാണപ്പെടുന്നത് കേട്ടോ. എഴുതിയെടുക്കണേ. ഇംഗ്ലീഷ് എന്താ? 2 antennae are placed at the front part of the head. Almost all insects have 6 legs. There are 4 wings. The four wings are larger than the hind wings. The eyes are situated on both sides of the head. ഇതിൻ്റെ മലയാളം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കണേ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത് നോക്കിക്കേ, നമ്മൾ പഠിക്കുന്നത് ഫിഷ്. നമ്മൾ ഇൻസെക്ട്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിനകത്തിലെല്ലാം കഴിഞ്ഞ് ഫിഷിനകത്തില്ല, മത്സ്യങ്ങളെ കുറിച്ചാണ്. നോക്കിക്കേ, യു ഹാവ് ലേൺഡ് ദ അഡാപ്റ്റേഷൻ ഓഫ് ഫിഷ് ഫോർ അക്വാറ്റിക് ലൈഫ്. ഹാവ് നോട്ട് യു വാട്ട് ആർ ദേ എന്നൊരു ചോദ്യം ഉണ്ടല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? യു ഹാവ് ലേൺഡ് ദ അഡാപ്റ്റേഷൻ ഫോർ ഫിഷ് ഫോർ അക്വാറ്റിക് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? എന്ന് വെച്ചാൽ ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്തെല്ലാമാണ്? നമ്മുടെ ജലത്തിൽ ജീവിക്കുകയല്ലേ മീൻ, അത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അത് ഞാൻ നോക്കട്ടെ, എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. നോക്കാം അതിനകത്തിലെ, അതായത് ജലജീവികളെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു 3 വരി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് ചോദിച്ചാലും ഫിഷസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ നിങ്ങളെ ഫിഷസ് ഹാവ് ഗിൽസ് ടു ബ്രീത്ത്. ഫിഷിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുമ്പോൾ ഇത് എഴുതിയാൽ മതി. നിങ്ങൾ എന്താണെന്നറിയോ? ഫിഷസ് ഹാവ് ഗിൽസ് ടു ബ്രീത്ത്. ഫിഷ് ശ്വസിക്കുന്നത് അതിൻ്റെ ഗിൽസ് കേട്ടോ, ചെകിളപ്പൂക്കളിൽ കൊണ്ടാണ് അത് ശ്വസിക്കുന്നത്. പിന്നെ ഫിഷസ് ഹാവ് സ്ട്രീം ലൈൻഡ് ബോഡി. ഫിഷസിന് വള്ളം പോലെയുള്ള ശരീരമാണുള്ളത്. ഫിഷസ് ഹാവ് ഫിൻസ് ആൻഡ് ടെയിൽസ്. മീനുകൾക്ക് നീന്താൻ വാലുകളും ചിറകുകളും ഉണ്ട്. അപ്പം മീനിനെ സംബന്ധിച്ച് നിങ്ങൾ 5ാം ക്ലാസ് അല്ല കുഞ്ഞുങ്ങളെ, വാരി വലിച്ചൊന്നും നിങ്ങൾ എഴുതണ്ട. മീനിനെ സംബന്ധിച്ച് അല്ലെ ഫിഷിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഈ 3 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. നമ്മൾ എൻട്രൻസിൻ്റെ പരീക്ഷയൊന്നും അല്ലല്ലോ എഴുതുന്നത് അല്ലേ. 5ാം ക്ലാസ്സിലെ കാര്യം ഇത്രയൊക്കെ മീനിനെ കുറിച്ച് എഴുതിയാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ 26 ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ മീനുമായിട്ട് വരെ ബന്ധപ്പെട്ട ചോദ്യം പഠിച്ചു അല്ലേ. ഇനി 27ാമത്തെ ചോദ്യം ഇതൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഉറുമ്പ് പറഞ്ഞു അല്ലേ, ചിറകുള്ള ഉറുമ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് 16, 10 ഇതൊക്കെ പറഞ്ഞതല്ലേ. ഓക്കെ, 27ാമത്തെ ചോദ്യം നോക്കണേ നിങ്ങളെ. 27 കാണാൻ പറ്റുന്നുണ്ടോ? അതായത് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്, ഓഫ് സ്പ്രിങ്സ് ഓഫ് ഫിഷ് ആർ ഹാച്ച്ഡ് ഫ്രം എഗ്. ഇൻ വിച്ച് മന്ത് ഡു ഫിഷ് ലേ എഗ് ഇൻ അവർ ഏരിയ? ഇല്ല, മനസ്സിലായോ? ഓക്കെ, ഓഫ് സ്പ്രിങ്സ് ഓഫ് ഫിഷ് ആർ ഹാച്ച്ഡ് ഫ്രം എഗ് ഇൻ വിച്ച് മന്ത് ഡു ഫിഷ് ലേ എഗ്. എന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. മീനുണ്ടാകുന്നത് മുട്ട വിരിഞ്ഞാണെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏത് മാസമാണ്? വല്ലതും അറിയാമോ കുഞ്ഞുങ്ങളെ? നമ്മളെങ്ങനെ അറിയാനല്ലേ? പറഞ്ഞ് കേട്ടുള്ള അറിവല്ലോ ഉണ്ടോ? മീനുകൾ മുട്ടയിടുന്നത് ജൂൺ ജൂലൈ സ്കൂൾ തുറക്കുന്ന സമയത്താണ് മീനുകൾ മുട്ടയിടുന്നത് കേട്ടോ. ഓർത്തോണേ, മീനുകൾ മുട്ടയിടുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. ഓക്കെ ആണോ? ഇനി അത്രയാണ് നമ്മുടെ ഈ പേജിൽ, 146ാമത്തെ പേജിൽ അത്രയൊക്കെ മതി കുഞ്ഞുങ്ങളെ. അടുത്ത് നോക്കിയേ, ഫ്ലഡ് പ്ലെയിൻസ് ബ്രീഡിങ് റൺ. ചോദ്യം നോക്കണേ. ചോദ്യം എന്ന് വെച്ചാൽ അത് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? ഫ്ലഡ് പ്ലെയിൻ വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിങ് റൺ എന്ന് വെച്ചാൽ അതിൻ്റെ മലയാളം എന്തോന്ന് അറിയണേ കുഞ്ഞുങ്ങളെ? ഊത്തക്കയറ്റം എന്നാണ് കേട്ടോ. ഊത്തക്കയറ്റം കേട്ടിട്ടുണ്ടോ?
ഊത്തക്കയറ്റം എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കണേ. നിങ്ങൾക്ക് ചിലപ്പോൾ അത് 2 മാർക്കിന് എന്തോ എന്ന് ചോദിച്ചാൽ, ദ മൈഗ്രേഷൻ ഓഫ് ദ ഫിഷസ് ഇൻ ലാർജ് നമ്പേഴ്സ് ടു വാട്ടർ ബോഡീസ് സച്ച് as streams, field, small lake and backwaters for breeding during the monsoon in the month of June is known as the floodplain breeding run. Catching fish during this period will reduce the stock of fishes. ഈ ഫിഷിംഗ് ഡ്യൂറിങ് ദീസ് പീരീഡ് ഈസ് ഇല്ലീഗൽ. മനസ്സിലായോ നിങ്ങളെ? അതായത് ഇല്ലീഗൽ എന്ന് വെച്ചാൽ എന്താ, നിയമപരമായിട്ട് ഇവിടെ നോക്കിക്കേ. ജൂൺ മാസത്തിൽ, ഏത് മാസത്തിലാന്ന് നോക്കണേ, ഇവിടെ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടുകൂടി, ജൂൺ മാസത്തിലല്ലേ മഴ വരുന്നത് അല്ലേ, കാലവർഷം എത്തുന്നതോടെ ഇതെന്താ, പ്രജനനം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളെ പ്രജനനം നടത്തുന്നതിൻ്റെ ബ്രീഡിംഗ് എന്നാട്ടോ, നടത്തുന്നതിൻ്റെ ഫലമായിട്ട് അതെന്ത് ചെയ്യുന്നു, മത്സ്യങ്ങൾ കൂട്ടത്തോടെ കൈത്തോടുകൾ, വയലുകൾ, ചെറിയ തടാകങ്ങൾ, കായലുകൾ തുടങ്ങി ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം. നല്ലപോലെ മഴ പെയ്യത്തില്ലേ കുഞ്ഞുങ്ങളെ, നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ നല്ല മഴയല്ലേ, അന്നേരമല്ലേ നമ്മൾ പുതിയ കുട, പുതിയ ബാഗ് അല്ലേ, ഇപ്പോൾ അതൊന്നും ഇല്ലേ അല്ലേ, പണ്ട് കാലത്ത് സ്കൂൾ തുറക്കുമ്പോൾ ഇതൊക്കെയാണല്ലേ നമ്മൾ, അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ ഇങ്ങനെ ശക്തമായ സ്കൂൾ തുറക്കുമ്പോൾ മഴ പെയ്യുന്ന സ്കൂൾ തുറക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ മാസം തെറ്റാതിരിക്കാനാണ് കേട്ടോ. എന്ന് വെച്ചാൽ ജൂണിലല്ലേ സ്കൂൾ തുറക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ജൂണിൽ നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ, ഈ മഴ ശക്തമായിട്ട് പെയ്യുമ്പോൾ ഇത് ബ്രീഡിങ്ങിന് വേണ്ടി അല്ലേ, മുട്ടയിട്ട് വളർത്തുന്നതിന്, പ്രജനനം നടത്തുന്നതിന് വേണ്ടി ഈ മത്സ്യങ്ങൾ കൂട്ടത്തോടെ കൈത്തോടുകൾ കേട്ടോ, എവിടൊക്കെയാണ് സ്ട്രീംസ്, കൈത്തോടുകൾ, അതുപോലെ വയലുകൾ, ഫീൽഡ്, പിന്നെ ചെറു തടാകങ്ങൾ, ലേക്കുകൾ ആൻഡ് ബാക്ക് വാട്ടേഴ്സ്, കായലുകൾ, തടാകങ്ങൾ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ജലാശയങ്ങളിലേക്ക് നടത്തുന്ന ഇങ്ങനെ പോകുന്ന യാത്രയ്ക്കാണ് എന്ത് പറയുന്നത്, ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ അല്ലെങ്കിൽ ഊത്തക്കയറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മത്സ്യങ്ങൾ മുട്ടയിടുന്നതിനായിട്ട് ഇങ്ങനെ ദേശാടനം ചെയ്യുന്നത്. നിങ്ങളെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തിലോട്ട് ദേശാടനം നടത്തുന്നത്. ദേശാടനം എന്ന് വെച്ചാൽ മൈഗ്രേഷൻ്റെ വാക്കാട്ടോ, മൈഗ്രേഷൻ, ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തോട്ട് പോകുന്നതിനാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ദേശാടനം അവയുടെ പ്രജനന കാലത്ത് അവയെ പിടിക്കുന്നത് മത്സ്യ സമ്പത്ത് നമുക്ക് ട്രോളിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളെ, അന്ന് മീനിൻ്റെ മീൻ കുറവായിരിക്കും അല്ലേ. അവയുടെ പ്രജനന കാലത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാനിടയാകും. അതിനാൽ ഈ സമയത്ത് മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ട്രോളിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് നമുക്ക് മീൻ കിട്ടാറില്ല അല്ലേ, മീൻ പിടിക്കാൻ പോകുന്നില്ല എന്ന് പറയും, അതാ സംഭവം കേട്ടോ. ഇനി നോക്കിക്കേ, സം ഫിഷസ് ഹാച്ച് ദെയർ എഗ് ഇൻസൈഡ് ദെയർ ബോഡി. ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ട വിരിയുന്നുണ്ട്, ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് മുട്ട വിരിയുന്നുണ്ട്. ഫൈൻഡ് ഔട്ട്, റൈറ്റ് എക്സാമ്പിൾ, ചിലതിൻ്റെ ഉദാഹരണങ്ങൾ പറയാനാണ്. കുഞ്ഞുങ്ങളെ, നമ്മളവിടെ എഴുതിയിട്ടുണ്ട്, സം ഫിഷസ് ഹാച്ച് ദെയർ എഗ് ഇൻസൈഡ് ദെയർ ബോഡി. നോക്കിയേ, ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ട വിരിയുന്നു അല്ലേ. ഇത്തരം മത്സ്യങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ ഏതൊക്കെയാ, ഷാർക്ക് കേട്ടോ, ഓർത്തോടെ, ഷാർക്ക്, സ്കെയ്റ്റ്സ്, ചിമേറസ് എന്നാട്ടോ, ചിമേർസ്, അതറിയാമെങ്കിൽ അറിയത്തില്ലേ വിട്ടേരെ, ഗപ്പീസ്, ഏഞ്ചൽ, അറിയാവുന്ന എഴുതിക്കോ കേട്ടോ. ഏതൊക്കെയാ നമുക്ക് ഷാർക്കും സ്കെയ്റ്റ്സ്, ഇതും കേട്ടിട്ട് ആദ്യമായിട്ടായിരിക്കും അല്ലേ, സ്കെയ്റ്റ്സ് എന്ന് വെച്ചാൽ തിരണ്ടി എന്നാട്ടോ. ഗപ്പി, അത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ഗപ്പി, ഏഞ്ചൽ, സ്രാവ്, തിരണ്ടി, ഗപ്പി, ഏഞ്ചൽ എന്നിവയൊക്കെ ഇങ്ങനെയുള്ള മുട്ട വിരിഞ്ഞ് വയറ്റിനകത്തിൽ തന്നെ വെച്ച് കേട്ടോ. ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിയിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഉദാഹരണം. ഇനി നോക്കൂ നിങ്ങളെ, ടെസ്റ്റിൻ്റെ ഇപ്പുറത്ത് എവിടെയായിരുന്നു മുഷി, സർഡൈൻ എന്ന് വെച്ചാൽ മത്തി കേട്ടോ, മത്തി, മുഷി കണ്ടോ, പേര് കണ്ടോ നിങ്ങളെ. ഈ മുഷിയും സർഡൈനിൽ എന്താണെന്ന് വെച്ചാൽ മത്തിക്ക് പറയുന്ന പേരാണ് കേട്ടോ, സാർഡൈൻ, SARDINE, സാർഡൈൻ എന്ന് വെച്ചാൽ ഇത് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നതാണ് മുഷിയൊക്കെ കണ്ടോ നിങ്ങളെ. ചിലർ കിണറ്റിൽ കൊണ്ടിടും, എന്ന് വെച്ചാൽ കിണറ്റിലെ ചെറിയ ജീവികളെയൊക്കെ ഇവ കൊന്നു തിന്ന്. അപ്പം വൃത്തികെട്ട അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ മുഷി തിന്ന് തീർക്കുമെന്നാണ് പറയുന്നത്. പിന്നെ മത്തി എപ്പോഴും ഉപ്പ് വെള്ളത്തിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ മത്തി ഇല്ലേ, സാർഡൈൻ മത്തി. ഇറ്റ് ഈസ് എ സാൾട്ട് വാട്ടർ, ഇത് തിരിഞ്ഞു പോകല്ലേ, ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന മുഷിയും സാൾട്ട് വാട്ടറിൽ കാണപ്പെടുന്ന നമ്മുടെ മത്തി അല്ലെങ്കിൽ സാർഡൈനുമാണ് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത നമ്മൾ പഠിക്കുന്നത് ആംഫീബിയൻസ്. പറയാനറിയണേ, AMBPHI കേട്ടോ. ആംഫീബിയൻസ് എന്ന് വെച്ചാൽ ഉഭയജീവികൾ
കേട്ടോ. ചിത്രത്തിൽ നോക്കൂ നിങ്ങളെ, നോക്കിയേ. ലുക്ക്, ദെയർ ആർ മെനി ഫിഷ് ഇൻ അവർ വാട്ടർ ലില്ലി പോണ്ട്. നോക്കിക്കേ, വാട്ടർ ലില്ലി പോണ്ടിൽ എന്താണ്, ഒരുപാട് ഫിഷ് ഉണ്ട് അല്ലേ. ദേ ആർ നോട്ട് ഫിഷ്, ദേ ആർ ടാഡ്പോൾ. ഇടി അതെന്താ, നീ എന്താ, അത് ഫിഷ് അല്ല, അത് എന്താ ടാഡ്പോളാണെന്ന് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, അത് വാൽമാക്രിയ അല്ലേ ടാഡ്പോള്. ഓക്കെ, നമുക്ക് അടുത്ത പേജ് നോക്കൂ നിങ്ങളെ. എന്തോ ഈ ടാഡ്പോള് അല്ലേ. ടാഡ്പോൾ. ഓക്കെ, നോക്കൂ നിങ്ങളെ. ഉഭയജീവികൾ അല്ലേ, അവിടെ വരെ നമ്മൾ പറഞ്ഞു. എന്താവും നിങ്ങൾ ഈ ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എഴുതിയും കൂടെ എടുക്കണം കേട്ടോ. ഓരോ പാഠവും ടെസ്റ്റ് വായിച്ച് ക്വസ്റ്റ്യൻ ആൻസർ പറയുമായതുകൊണ്ട് കേട്ടോ. ഞാൻ സാധാരണ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ എഴുതിയിട്ട് അങ്ങ് പറയുമായിരുന്നത്, നിങ്ങൾക്കും അതാന്ന് തോന്നുന്നു സൗകര്യമില്ല. പക്ഷേ ഒത്തിരി കമൻറ്റ് കണ്ടു, നിങ്ങളെ ടെസ്റ്റ് വായിച്ചിട്ട് തന്നെ പറഞ്ഞു തരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടും കൂടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആംബിബിയൻസ് വെച്ചാൽ ഉഭയജീവികൾ എന്നാണ്. ആനിമൽസ് കേപ്പബിൾ ഓഫ് ലിവിങ് ബോത്ത് അറ്റ് ലാൻഡ് ആൻഡ് വാട്ടർ. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് ആംബിബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ളത് ആരാ? കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് എന്താ, തവളയുണ്ട്, പിന്നെ മുതലയുണ്ട് അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെയുണ്ട് ഒക്കെ പേരെഴുതിക്കോണം കേട്ടോ. അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് ആംഫീബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റിലുണ്ടോ നിങ്ങളെ അത് കേട്ടോ. അടുത്ത് നോക്കിക്കുക, ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ഫ്രോഗ്. ഇവിടെ നോക്കൂ നിങ്ങളെ, ഫ്രോഗിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? നാട്ടെ, മുട്ട വിരിയുന്നു, മുട്ട വിരിഞ്ഞ് കണ്ടോ, ഇതുണ്ടോ വാൽമാക്രിയുണ്ട്, മാക്രിയുടെ ഇത് സ്റ്റേജ് നിങ്ങളൊന്ന് നോക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ മെനി ചേഞ്ചസ് ദാറ്റ് ദ ടാഡ്പോള് അണ്ടർഗോസ് ടു അറ്റൈൻ ഫുൾ ഗ്രോത്ത് ആൻഡ് ബിക്കം എ ഫ്രോഗ്. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ ദാറ്റ് ദ ടാഡ്പോൾ ഹാവ് ഫോർ ലിവിങ് ഇൻ വാട്ടർ? എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, ഇവിടെ നമ്മൾ വാൽമാക്രി കേട്ടോ. ടാഡ്പോൾ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, വാൽമാക്രിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ടാഡ്പോളിനെ കുറിച്ച് ചോദിച്ചാൽ എന്താവും നിങ്ങളെ, ടാഡ്പോൾ ഹാവ് എ ഫിഷ് കേട്ടോ. ടാഡ്പോൾ എന്ന് പറയുന്ന എ ഫിഷ് ലൈക്ക് അപ്പിയറൻസ്. നിങ്ങൾക്ക് ടാഡ്പോളിനെ കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാനിവിടെ റഫായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ടാഡ്പോൾ ഹാവ് എ ഫിഷ് ലൈക്ക് അപ്പിയറൻസ്. ദേ ബ്രീത്ത് അണ്ടർ വാട്ടർ വിത്ത് ഗിൽസ്. പിന്നോ ദേ ഹാവ് ടെയിൽസ് ലൈക്ക് ഫിഷ് ടു മൂവ് ഇൻ വാട്ടർ കേട്ടോ. മൂവിന് വാട്ടർ. ടാഡ്പോളിനെ കുറിച്ച് അഥവാ ആർക്കെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അതിൻ്റെ മലയാളം എന്താവും നിങ്ങളെ, ഈ വാൽമാക്രികൾക്ക് മത്സ്യങ്ങൾക്കുള്ളതുപോലെയുള്ള സവിശേഷതകൾ ഉണ്ടെന്നാ. ഇത് വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ ഇതിന് ചെകിളപ്പൂക്കളുണ്ട്. ടാഡ്പോളിനും ചെകിളപ്പൂക്കളുണ്ട്. വെള്ളത്തിൽ സഞ്ചരിക്കാൻ അതിന് വാലുകളും ഉണ്ട് കേട്ടോ. ടാഡ്പോളിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതണേ, ഞാനത് എഴുതിയില്ല കേട്ടോ. അഥവാ ചോദിക്കുവാണെങ്കിൽ എഴുതണേ നിങ്ങളെ. പറഞ്ഞ കേട്ടായിരുന്നോ, ടാഡ്പോൾ ഹാവ് എ ഫിഷ് like appearance. They breathe underwater with gills. They have tails like fish to move in water. വാൽമാക്രിക്ക് നമ്മുടെ മത്സ്യങ്ങൾക്കുള്ളതുപോലെയുള്ള സവിശേഷതകളുണ്ട്. വെള്ളത്തിനടിയിൽ അതിന് ശ്വസിക്കാൻ എന്തുണ്ട്, ഗിൽസ് ചെകിളപ്പൂക്കളുണ്ട്. പിന്നെ വെള്ളത്തിൽ സഞ്ചരിക്കാൻ അതിന് വാലുണ്ട് കേട്ടോ. ഒക്കെയാണോ നിങ്ങളെ. അപ്പോൾ ഉഭയജീവികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, കരയിലും ജലത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ. അടുത്ത് നോക്കിക്കുക, അതിൻ്റെ തൊട്ട് താഴെ ടെസ്റ്റിൽ കണ്ടോ, പേര് വായിക്കാൻ അറിയണേ നിങ്ങൾ. എന്താണ്, സിസിലിയനുകൾ എന്നാണ് കേട്ടോ. സിസിലിയൻസ് എന്നാണ് വായിക്കാൻ അറിയണം നിങ്ങൾ. അതൊരു ഇച്ചിരി ഇതായിട്ട് തോന്നുന്നു അല്ലേ. സിസിലിയൻസ് ആർ അനദർ ടൈപ്പ് ഓഫ് ആംഫിബിയൻസ് ഫൗണ്ട് ഇൻ കേരള കേട്ടോ. ദേ ആർ ആൾസോ നോൺ ആസ് ബ്ലൈൻഡ് സ്നേക്ക്, അതായത് കുരുടി എന്താ പാമ്പിൻ്റെ ഇടോ തൊടാൻ തന്നെ തോന്നില്ല അല്ലേ, കുരുടി. ദെയർ ഐസ് ആർ കവേർഡ് വിത്ത് ട്രാൻസ്പെയറൻറ്റ് സ്കിന്ന്. ദേ ആർ ഓഫൺ മിസ്റ്റേക്കൺ ഫോർ സ്നേക്ക്. അത് ഞാൻ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ, എന്താണെന്ന് നോക്കിക്കേ. അതായത് സിസിലിയൻസ് ആർ അനദർ ടൈപ്പ് ഓഫ് ആംബിബിയൻസ് ഫൗണ്ട് ഇൻ കേരളം. ദർ ആർ ആൾസോ നോൺ ആസ് ബ്ലൈൻഡ് സ്നേക്ക് അല്ലെങ്കിൽ കുരുതി. ദർ ഐസ് കുരുടി എന്നാട്ടോ, കുരുതി അല്ല കുരുടി, DI. ദർ ഐസ് ആർ കവേർഡ് വിത്ത് ട്രാൻസ്പെയറൻറ്റ് സ്കിന്ന്. ദേ ആർ ഓഫൺ മിസ്റ്റേക്കൺ ഫോർ സ്നേക്ക് എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ നോക്കിയേ. കേരളത്തിൽ കണ്ടുവരുന്ന ഉഭയജീവിയാണ് കേട്ടോ. ആ ഒരു വിഭാഗമാണ് ഈ സിസിലിയനുകൾ അഥവാ കുരുടി കേട്ടോ. ഇവയുടെ കണ്ണുകൾ സുതാര്യമായ തൊക്കുകൊണ്ട് മൂടിയിരിക്കുന്നു
കേട്ടോ. ഇവയുടെ കണ്ണുകളുടെ പ്രത്യേകത കണ്ടോ, സുതാര്യമായ ത്വക്ക് കൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത് അല്ലേ. അതിൻ്റെ പടം കണ്ടാൽ തന്നെ അറിയാം. നോക്കിയോ നിങ്ങൾ, ഇതിനെ ഒരു പാമ്പായിട്ടില്ലേ, കണ്ടിട്ട് തന്നെ പാമ്പുകളായിട്ടാണ് ഇതിനെ പാമ്പുകളായിട്ടാണ് ഇതിനെ തെറ്റിദ്ധരിക്കുന്നതെന്ന് കേട്ടോ. ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിയേ, റെപ്റ്റൈൽസ്. ഓരോന്നിനെ കുറിച്ച് നോക്കണേ കുഞ്ഞുങ്ങളെ. റെപ്റ്റൈൽസ് നമ്മൾ ഓരോന്ന് പറയുന്നതും ഉഭയജീവികൾക്കാണ്. എന്ത് പറഞ്ഞത് മുമ്പേ? ഉഭയജീവികളെ കുറിച്ച് പറഞ്ഞു അല്ലേ. പിന്നെന്താ ഇതിൻ്റെയൊക്കെ പേരങ്ങ് പറഞ്ഞു, സിസിലി പെണ്ണോ, സിസിലിയൻസ് അല്ലേ. ഇനി നമ്മൾ പഠിക്കുന്നത് റെപ്റ്റൈൽസുകൾ എന്ന് വെച്ചാൽ ഉരകങ്ങൾ കേട്ടോ. ഇഴഞ്ഞു പോകുന്ന ജീവികളെയാണ് റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. 33ാമത്തെ ചോദ്യമാണ് കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിയേ, ഇഴയുന്ന ജീവികൾ ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? പാമ്പ്, പല്ലി, മുതല, അരണ, ഓന്ത്, ആമ അല്ലേ. Okay, look at the picture, some of the creature found in our area. Try to identify them. What are the common characteristics of these creature? നോക്കൂ നിങ്ങളെ, റെപ്റ്റൈൽസിൻ്റെ പൊതു സ്വഭാവങ്ങൾ, അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കിയേ. പ്രൊഡ്യൂസ് ഓഫ്സ്പ്രിങ്സ് ഫ്രം എഗ്. മുട്ടയിട്ട് സന്താനം ഉൽപാദനം നടത്തുന്നതാണ് റെപ്റ്റൈൽസുകൾ. ഉരകങ്ങൾ, പാമ്പൊക്കെ ഇല്ലേ, അത് തന്നെ. പ്രൊഡ്യൂസ്, ഉരകങ്ങൾ. റെപ്റ്റൈൽസ് എന്ന് വെച്ചാൽ ഉരകങ്ങൾ എന്നാണ് കുഞ്ഞുങ്ങൾ കേട്ടോ, ഇഴയുന്ന ജീവികൾ അല്ലേ. ഇത് പ്രൊഡ്യൂസ് ഓഫ്സ്പ്രിങ് ഫ്രം എഗ്, മുട്ടയിട്ട് സന്താന ഉൽപാദനം നടത്തുന്നതാണ്. പിന്നെ ഡു നോട്ട് ഹാവ് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ്. ഇതിന് ബാഹ്യ കർണങ്ങളില്ല എന്നാ പറയുന്നത് കേട്ടോ. ബാഹ്യമായിട്ട് ഇതിന് കർണങ്ങളില്ല എന്നാ പറയുന്നത്. പിന്നെ ദേ ഹാവ് 4 ലിംസ്. ഇതിന് 4 കാലുകളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതാണ്ടോ ഉണ്ടോ, 2 പാമ്പിനെ ഉള്ള കാലില്ലാത്ത, ബാക്കിയുള്ളതിനെല്ലാം 4 ഉള്ളതല്ലേ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. റെപ്റ്റൈൽസിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതാൻ അറിയണേ നിങ്ങൾ. റെപ്റ്റൈൽസിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഈ 3 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഫിഷിനെ കുറിച്ച് ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ടത് മാത്രം 3 പോയിന്റ് വീതം ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ അതുമായിട്ട് ചോദിക്കുമ്പോൾ അതങ്ങ് എഴുതിയാൽ മതി. കാരണം അതിനകത്ത് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത നമ്മൾ സ്നേക്സ്. പാമ്പുകളെ കുറിച്ചാണ്, എല്ലാ ജീവികളെക്കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വാരി വലിച്ച് നോട്ട് നിങ്ങൾക്ക് തരുന്നില്ല, കുറേശ്ശെ മാത്രമേ തരുന്നുള്ളൂ. നോക്കൂ നിങ്ങളെ, സ്നേക്സ് അടിച്ചു കൊല്ലാൻ എത്ര പേരാ ഇല്ലയോ. അപ്പോൾ നോക്കിയേ, സ്നേക്സ് ബിലോങ് ടു ദ റെപ്റ്റൈൽസ് ഫാമിലി. നോക്കൂ നിങ്ങളെ, സ്നേക്സ് ബിലോങ് ടു ദ റെപ്റ്റൈൽ ഫാമിലി. നമ്മുടെ ഈ ഉരകവർഗത്തിൽപ്പെട്ട ജീവിയാണ്. ഉരകം എന്ന് വെച്ചാൽ ഉരച്ചുകൊണ്ട് പോകുന്നതാണോ, റെപ്റ്റൈൽസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഉരകങ്ങൾ, നമ്മൾ ഇഴഞ്ഞു പോകുന്ന ഒരു ഉരകവർഗത്തിൽപ്പെട്ട ജീവിയാണ് പാമ്പുകൾ. നിങ്ങൾക്ക് അറിയാവുന്ന കുറേ പാമ്പുകളുടെ പേര് പറയാൻ കേട്ടോ. പാമ്പുകൾ അപ്പുറത്തെ കൊച്ചാട്ടനോ വല്ലോ ആണോ പാമ്പ് എന്നോ നിങ്ങളെ? ഏതൊക്കെയാണ്? വൈപ്പർ അല്ലേ. വൈപ്പർ ചേരയുണ്ട്, പിന്നെ കോബ്രയുണ്ട്, കിങ് കോബ്രയുണ്ട്, ക്രൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 4-5 എണ്ണത്തിൻ്റെ പേര് പഠിക്കണം. മലയാളംകാർക്ക് അറിയാവുന്ന പെരുമ്പാമ്പ്, നീർക്കോലി, പച്ചിലപ്പാമ്പ്, ചേര കേട്ടോ. അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ എഴുതിക്കോണ്ടേ കേട്ടോ. ഏതാ? അണലിയുണ്ട്, മൂർഖനുണ്ട്, ചേര, ശംഖുവരേന്, രാജവെമ്പാല, നീർക്കോലി അല്ലേ, കടൽ പാമ്പ്, പെരുമ്പാമ്പ്. മലയാളംകാർക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഇതിനകത്ത് ഞാൻ 4 എണ്ണം എഴുതിയുള്ളേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെയുണ്ട്? അണലിയുണ്ട്, മൂർഖന്, ശംഖുവരേന്, രാജവെമ്പാല, നീർക്കോലി, പെരുമ്പാമ്പ്, കടൽ പാമ്പ്. ഒരു ഇഷ്ടം പോലെ എഴുതാം കേട്ടോ. ഇംഗ്ലീഷുകാർക്കും ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. വൈപ്പർ, കോബ്ര, ക്രൈറ്റ്, കിങ് കോബ്ര, പിന്നെ ബീക്ക്ഡ് സീ സ്നേക്ക് ഒക്കെ പേര് കേട്ടാൽ നിങ്ങൾ പേടിക്കണ്ട. ഏതെങ്കിലും അറിയാവുന്ന ചെറുത് നോക്കി ഒരു 3 എണ്ണം പഠിച്ചാൽ മതി കേട്ടോ. 35 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതി കേട്ടോ. നല്ലപോലെ എഴുതി എടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഒരാൾ പറയുന്ന കേട്ട് അങ്ങ് ഇരിക്കരുത്. കാരണം ഇപ്പം കേട്ടാൽ ഇപ്പോഴത്തേക്കേ ഉള്ളൂ, ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് എഴുതി എടുക്കണേ. അടുത്ത നോക്കിക്കേ, ആർ ഓൾ ദ സ്നേക്സ് വെനമസ് അല്ലേ? വിച്ച് ആർ ദ നോൺ വെനമസ് വൺ? കുഞ്ഞുങ്ങളെ നോക്കിയേ, ആർ ഓൾ ദ സ്നേക്ക്. എല്ലാ സ്നേക്കുകൾക്കും അല്ലെ എല്ലാ പാമ്പുകൾക്കും വെനമസ് ഉണ്ടോ കുഞ്ഞുങ്ങളെ? വിഷമുണ്ടോ? എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? അത് വിച്ച് ആർ ദ നോൺ വെനമസ് വൺ. എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? വിഷമില്ലാത്ത പാമ്പുകൾ ഏതെല്ലാമാണ്? പച്ചിലപ്പാമ്പ്, ചേര, നീർക്കോലി, പെരുമ്പാമ്പ്. ഇതിനൊന്നും വിഷമില്ല എന്നാ പറയുന്നത് കേട്ടോ.
ഇല്ലെന്നാ പറയുന്നത് കേട്ടോ, എനിക്കറിയത്തില്ല കുഞ്ഞുങ്ങളെ. റഫ് ഗ്രീൻ സ്നേക്ക്, റാറ്റ് സ്നേക്ക്, അനക്കോണ്ട, പൈത്തൺ, ഇതെല്ലാം എന്താണ്, ഇതിനൊന്നും ഇതൊക്കെ വലുതായിട്ടിരിക്കുന്നില്ല, ഇതൊക്കെ കയറി ചുറ്റത്തേ ഉള്ളൂ അല്ലേ. ഈ അനക്കോണ്ടയായാലും പെരുമ്പാമ്പൊക്കെ എന്താ കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ, കയറി അങ്ങ് ചുറ്റി നമ്മളെ ഞെരിച്ച് എല്ല് പൊടിച്ചില്ലേ അങ്ങനെ കഴിക്കത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ വിഷപ്പാമ്പുകൾ ഏതിനൊക്കെ ഇല്ലാത്തതെന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ വിഷപ്പാമ്പുകൾ ഏതൊക്കെയാണ്, വാട്ട് ഷുഡ് ബി ഡൺ ഇൻ കേസ് ഓഫ് വിഷപ്പാമ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലേ കേട്ടോ, നിങ്ങളെ ടെസ്റ്റിൽ തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വെനമസ് സ്നേക്കുകൾ ഏതൊക്കെയാണ് കേട്ടോ, അതുകൊണ്ട് ഞാനത് എഴുതിയില്ല, കാരണം ടെസ്റ്റ് ചെയ്യാണ്ട് കൊടുത്തിട്ടുണ്ട്. ചെക്ക് ഔട്ട് ദ ഇൻഡിക്കേറ്റേഴ്സ് ടു ഐഡൻറ്റിഫൈ കോമൺ വെനമസ് സ്നേക്സ് ഫൗണ്ട് ഇൻ കേരളം. ഫസ്റ്റ് നോക്കിയേ, പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ആരാ, കോബ്ര കേട്ടോ. കോബ്ര എന്ന് വെച്ചാൽ എന്താ, മൂർഖൻ കേട്ടോ. നോക്കി കഴിഞ്ഞാൽ എക്സ്പാൻഡബിൾ ഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പത്തി ഉണ്ടല്ലോ, അതെ കണ്ടോ, ആ പത്തി എക്സ്പാൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതങ്ങനെ വികസിപ്പിക്കും. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിങ്ങനെ വികസിപ്പിച്ച് ഇങ്ങനെ ആട്ടുന്ന കണ്ടിട്ടില്ലേ അല്ലേ. എക്സ്പാൻഡഡ് ഹുഡ് അത് വികസിപ്പിക്കാവുന്ന പത്തിയാണ് അതിന് അല്ലേ. 2 ഇന്റർ കണക്റ്റഡ് റിങ്സ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹുഡ് എന്ന് വെച്ചാൽ എന്താ, ഈ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താ, അതിൻ്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധമായിട്ട് കണക്റ്റ് ചെയ്തിട്ടിരിക്കുന്ന 2 റിങ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെന്താ പറഞ്ഞാൽ 2 വൈഡ് ബാൻഡ് എക്രോസ് ആൻഡ് ബിലോ ദ നെക്ക്. 2 വൈഡ് ബാൻഡ് എക്രോസ് ആൻഡ് ബിലോ ദ നെക്ക് എന്ന് വെച്ചാൽ എന്താ, കഴുത്തിന് താഴെ കുറുകയായിട്ട് വീതിയുള്ള 2 വളയങ്ങളുണ്ടെന്നാണ് കേട്ടോ. കഴുത്തിന് താഴെയായിട്ടാണ് കേട്ടോ. ഇത് ഞാൻ അതിൻ്റെ അടുത്തോട്ടെങ്ങും പോകാറില്ല, എനിക്കറിയത്തില്ല നിങ്ങൾ അതൊക്കെ ഉണ്ടോ ഇല്ലയോ. ഈ പടത്തിനകത്തിലില്ല, കളറായിട്ടുള്ളൊരു പടം അല്ലെങ്കിൽ നിങ്ങൾ കോബ്രേന്ന് ഇതിൽ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ അതിൻ്റെ പിക്ചർ വരും. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പറഞ്ഞ ഓർമ്മയുണ്ടോ, അതിൻ്റെ പത്തി ഇങ്ങനെ വികസിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. വികസിപ്പിക്കുന്ന പത്തിയാണ്. പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളുണ്ട്, ഇതായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ കഴുത്തിന് താഴെ കുറുകയായിട്ട് വീതിയുള്ള 2 വളയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ. അടുത്ത നോക്കിക്കേ, കിങ് കോബ്ര. മറ്റേത് കോബ്ര, ഇനി എന്താ, രാജവെമ്പാല. എന്താ നിങ്ങളെ, കിങ് കോബ്ര. നോക്കിക്കേ, മാർക്ക് വിസിബിൾ ഓൺ ദ ഹുഡ്, ലെങ്ത് അപ് ടു 5 മീറ്റർ. പിന്നെ ബാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോഡി, ഡാർക്ക് ബ്ലാക്ക് കളർ ഓഫ് ദ ടെയിൽ. എന്താവും നിങ്ങളെ, ഇവിടെ പത്തിയിൽ തെളിഞ്ഞ് കാണുന്ന ഇങ്ങനെ ഒരു അടയാളം കണ്ടോ, ഇങ്ങനെ ഈ ഒരു അടയാളം കണ്ടോ നിങ്ങളെ, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുത്തേക്കുന്നുണ്ടോ, അതാണ്. പിന്നെ ഇതിൻ്റെ നീളം 5 മീറ്റർ വരെയാണ് ഇതിൻ്റെ നീളം. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങളുണ്ട്. വാലിന് നല്ല കറുപ്പായിരിക്കും കേട്ടോ. കിങ് കോബ്രയുടെ വാലിന് നല്ല കറുപ്പായിരിക്കും കേട്ടോ. അടുത്തതോ, കോമൺ ക്രൈറ്റ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ശംഖുവരയെന്ന് കേട്ടോ. വെട്ടിക്കെട്ടൻ എന്നൊക്കെ ചില ഭാഗത്ത് അതിനെ, വെള്ളിക്കെട്ടൻ എന്നൊക്കെ ചില ഭാഗത്ത് അതിനെ പറയുന്നുണ്ട്. വെള്ളിക്കെട്ടൻ എന്ന് വെച്ചാൽ എന്താണ്, ശംഖുവരേൻ്റെ പ്രത്യേകത, വിസിബിൾ വൈറ്റ് ബാൻഡ് അക്രോസ് ദ ബോഡി, ഡീപ്പ് ബ്ലാക്ക് കളറുമായിരിക്കും. എന്താ പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ, എന്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്, എന്താ, ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകളാണ് ഉള്ളത് അല്ലേ. പിന്നോ ഇവിടെ വെള്ള ലൈനുണ്ട് കേട്ടോ. പിന്നോ കറുത്ത ഇരുണ്ട നിറമായിരിക്കും അല്ലേ, കറുത്ത ഡീപ്പ് ബ്ലാക്ക് കളറാണ് കേട്ടോ. ഈ ഓരോ പാമ്പിനെ കുറിച്ചും നോക്കണേ നിങ്ങളെ. ഇത് എന്താ ഷഫിൾ ചെയ്തിട്ടിട്ട് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് ഇന്ന പാമ്പിന് എന്താണ് ഇങ്ങനെയൊക്കെ മാറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നോക്കിക്കേ, നമ്മൾ റസിൽസ് വൈപ്പർ നോക്കിക്കേ. ഇവിടെ റസിൽസ് വൈപ്പർ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അണലി ഉണ്ടല്ലോ, അത് തന്നെ ചേനത്തണ്ടൻ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അണലിയല്ല, ചേനത്ത. ലാർജ് ട്രയാങ്കിൾ ഷേപ്പ്ഡ് ഹെഡ്. ഇതിൻ്റെ തല ലാർജ് ട്രയാങ്കിൾ, വലിയ ത്രികോണത്തിൻ്റെ കൂട്ടത്തെ തലയാണിത്. ചെയിൻ ലൈക്ക് ഓവൽ ഓൺ ദ ബോഡി. ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ ഇതിനുണ്ടെന്ന്. ചങ്ങല പോലെയുള്ള പുള്ളികളുണ്ട്. ആർക്കാണ്, റസൽസ്. എന്താ ക്രിക്കറ്റുകാരൻ റസൽസ് ആണോ കുഞ്ഞ്, റസൽസ് വൈപ്പർ അല്ലേ. അടുത്ത് നോക്കിയേ, ബീക്ക്ഡ് സീ സ്നേക്ക്. ബീക്ക്ഡ് സീ സ്നേക്ക്, ഇതിൻ്റെയൊക്കെ പേര് നോക്കണം നിങ്ങളെ. ആ പടത്തിൽ തന്നെ എന്താ കൊടുത്തേക്കുന്നത്, കടൽപ്പാമ്പെന്നാണ് കറക്റ്റ് അത് കേട്ടോ. ദ ടെയിൽ ഈസ് ബ്രോഡ് ആൻഡ് ഷേപ്പ്ഡ് ലൈക്ക് ആൻ ഓർ എന്ന് വെച്ചാൽ ഇതിൻ്റെ വാല് പരന്നതും നമ്മളെ തുഴയുടെ ആകൃതിയിലുള്ളതുമാണെന്നുണ്ട്. ഇത് കണ്ടോ. ഓക്കെ. പിന്നോ ഡാർക്ക് റിങ്സ് ഓൺ ദ ബോഡി. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ ഇതിന് ചുറ്റും കാണും അല്ലേ.
തൊടാൻ തന്നെ പേടിയാവും അല്ലേ. ഏതൊക്കെ തരത്തിലുള്ള പാമ്പുകളാവും നിങ്ങൾ നോക്കി. ഇതിലെല്ലാം വിഷമുള്ളതാണ്. വിഷമില്ലാത്ത മുമ്പ് നമ്മളൊരു 5 പേര് പഠിച്ചു. ഇതെല്ലാം വിഷമുള്ള പാമ്പുകളാണ് ഈ 5 ടെസ്റ്റിൽ തന്നിരിക്കുന്ന 5. കോബ്ര, കിങ് കോബ്ര, കോമൺ ക്രേറ്റ്, റസൽസ് വൈപ്പർ, ബീക്ക്ഡ് സീ സ്നേക്ക്. ഓക്കെ ആണോ നിങ്ങളെ? ഇതൊക്കെ നല്ലപോലെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാനത് അത്രയും തന്നതുകൊണ്ട് ഇനി ഞാനത് സെപ്പറേറ്റ് എഴുതിയില്ല. മോസ്റ്റ് ഓഫ് ദ സ്നേക്ക് ആർ നോൺ വെനമസ്. ഓൺലി 5 സ്പീഷീസ് ഓഫ് സ്നേക്ക് ഫൗണ്ട് ഇൻ കേരളം ആർ വെനമസ്. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 പാമ്പുകൾക്കേ വിഷമുള്ളൂ. നമ്മുടെ കേരളത്തിൽ കാണുന്ന പാമ്പുകളിൽ 5 മാത്രമേ വിഷമുള്ളൂ എന്നാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, ഇനി നമ്മളെങ്ങാണ് ഒരു പാമ്പ് കടിച്ച അല്ലേ, പാമ്പ് കടിച്ചെന്ന് അറിയുമ്പോഴേ നമ്മൾ ബോധം കെട്ടി ചാവില്ലേ. അപ്പം അബദ്ധത്താലെങ്ങാനും നമ്മളെ ഒരു പാമ്പ് കടിച്ചാൽ, പാമ്പ് കടി ഏറ്റാൽ നമ്മൾ എന്താവും നിങ്ങളെ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ഡു നോട്ട് ഇൻജർ ദ ബൈറ്റ് സൈറ്റ് ഓർ ട്രൈ ടു സക്ക് ഔട്ട് ദ വെനം. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഞാൻ മാർക്കർ ഇത് വെച്ച് വരച്ചതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നോക്കിക്കേ. ഡു നോട്ട് ഇൻജുർ, എന്തെങ്കിലും മുറി പറ്റിയാൽ ഇത് ബൈറ്റ് സൈറ്റ് ഓർ ട്രൈ ടു സക്ക് ഔട്ട് ദ വെനം എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, നമുക്കിപ്പം കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാവുകയോ കേട്ടോ, കടിയേറ്റ ഭാഗത്ത് ഇഞ്ചുറി എന്തെങ്കിലും മുറിവുണ്ടാവുകയോ പിന്നെന്താ ട്രൈ ടു സക്ക്, നമ്മളവിടെ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ആ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. സക്കി എന്ന് വെച്ചാൽ അവിടുന്ന് അതിനെ എടുക്കാം, ചിലരെന്താ കടിച്ചെടുക്കുക എന്നൊക്കെ പറയും അല്ലേ. എന്തെങ്കിലും ആട്ടെ. സക്ക് ഔട്ട് ദ വെനം. ഡു നോട്ട് ഇൻജുർ ദ ബൈറ്റ് സൈറ്റ് ഓർ ട്രൈ ടു സക്ക് ഔട്ട് ദ വെനം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് പാമ്പടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാവുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. പിന്നോ ഡു നോട്ട് പാനിക് ദ ബൈറ്റൻ പേഴ്സൺ അല്ലേ. എന്ന് വെച്ചാൽ എന്താ, ഈ പാമ്പ് കടിയേറ്റ വ്യക്തിയെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താ നിങ്ങളെ, കടിയേറ്റ ആളെ പാനിക് ആക്കരുതെന്ന് വെച്ചാൽ പരിഭ്രമിപ്പിക്കരുത്. കൺസോൾ ആൻഡ് ഹെൽപ്പ് ദം സ്റ്റേ കാം, അവരെന്ത് ചെയ്യും, സമാധാനിപ്പിച്ചിട്ട് ശാന്തത പാലിക്കാൻ സഹായിക്കുന്നു വെച്ചാൽ അവരെ സമാധാനിപ്പിക്കുക. പാമ്പ് കടിയേറ്റെന്ന് പറഞ്ഞു, നിന്നെ പാമ്പ് കടിച്ചോ, എന്നാൽ നീ ഇപ്പം തീർന്നു തന്നെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അല്ലാതെ തന്നെ അവർ തീർന്നു കാണില്ലേ. അപ്പോൾ എന്താ, കൺസോൾ ആൻഡ് ഹെൽപ്പ് ദം സ്റ്റേ കാം. ഓരോ വാക്കും നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ദ ബൈറ്റൻ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ഇൻ ടു ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. പിന്നെ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ, ഉടനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കണം കേട്ടോ. വെച്ചുകൊണ്ടിരിക്കരുത്. പാമ്പ് കടിയച്ചതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, ആ വ്യക്തിയെ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റൽസ് കേട്ടോ. അപ്പോൾ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാവുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അടുത്തത് അപ്പോൾ അടുത്ത് എന്താവും നിങ്ങൾ, നമ്മൾ ആ പാമ്പ് കടിച്ചു അല്ലേ. ഇനി നോക്കിയേ, ഫെതേർഡ് ഫ്രണ്ട്സ്. ഫെദർ മീൻസ് തൂവലല്ലേ. ഫെതേർഡ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എന്താ, തൂവൽ കുപ്പായക്കാരാണ്. തൂവലുള്ള ആർക്കാണ്? കൂടുതലും പക്ഷികൾക്കാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ലേൺഡ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്. ഹൗ മെനി ബേർഡ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ? ട്രൈ ടു ലിസ്റ്റ് ദം. ഒബ്സർവ് എനി 5 ബേർഡ്സ് ഇൻ യുവർ നെയ്ബർഹുഡ് ആൻഡ് റൈറ്റ് അബൌട്ട് ദം യുവർ സയൻസ് ഡയറി. വാട്ട് ആർ ദ തിങ്സ് ടു ഒബ്സർവ്? നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു പക്ഷിയുടെ പടം തന്നിട്ടുണ്ട് അല്ലേ, കാണുന്നുണ്ടല്ലോ. പക്ഷിയുടെ പടം തന്നിട്ടുണ്ട്. നോക്കിക്കേ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 5-6 ബേർഡ്സിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതണം കേട്ടോ. ക്രോയ, ഡക്ക്, ഹെന്ന്, പാരറ്റ്, പീക്കോക്ക്, മൈന, ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ 5-6 എഴുതിക്കണം കേട്ടോ. അതാണ് 39ാമത്തെ ചോദ്യം. നോക്കൂ നിങ്ങളെ, 40ാമത്തെ നമ്മളോട് ചോദിച്ചത് എന്താണ്, വാട്ട് ആർ ദ തിങ്സ് ടു ഒബ്സർവ് ഇൻ എ ബേർഡ്സ്. നിങ്ങൾ എന്താണ് പക്ഷികളെ നിരീക്ഷിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? വാട്ട് ആർ ദ തിങ്സ് ടു ഒബ്സർവ് ഇൻ എ ബേർഡ്സ്. കണ്ടോ, പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കണമെന്നോ നോക്കിക്കേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫെദർ, അതിൻ്റെ തൂവലുകൾ നിങ്ങൾ തൂവലുകളുടെ പ്രത്യേകത നോക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബീക്ക് അല്ലേ, നമ്മളൊരു പക്ഷിയെ നിരീക്ഷിച്ചാൽ അതിൻ്റെ ആ തൂവലുകൾ നോക്കും, അതിൻ്റെ ചുണ്ട് നോക്കും അല്ലേ, അവ കഴിക്കുന്ന ആഹാരം, പിന്നെ അതിൻ്റെ കളർ ഏതാണെന്നും, പിന്നെ അതിൻ്റെ ഫീറ്റ്, അതിൻ്റെ പാദങ്ങളൊക്കെ അല്ലേ, അതിൻ്റെ കാലൊക്കെ എങ്ങനെയാണെന്ന് നോക്കും, അത് ഏത് സൈസാണെന്ന് നോക്കും, അതിൻ്റെ കൂടെ ഏതാണെന്ന് നോക്കും അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു 4-5 ടെസ്റ്റിൽ അത് ഓൾറെഡി ഉണ്ട്, എന്നാലും ഒന്ന് പഠിച്ചു വെക്കണേ കുഞ്ഞുങ്ങളെ. നമ്മളൊരു പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളപ്പോൾ നിരീക്ഷിക്കുമെന്ന് കേട്ടോ. അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട്. തൂവലുകളുടെ പ്രത്യേകത, കൊക്കിൻ്റെ പ്രത്യേകത, ആഹാരം, ചുണ്ടിൻ്റെ കളറ്, കാലിൻ്റെ പ്രത്യേകത, വലിപ്പം, കൂട്, ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണോ?
അപ്പോൾ ഫെദർ ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നോക്കിക്കേ, മാമൽസ് അല്ലേ, മമ്മൽസ് എന്നോ മാമൽസ് എന്നോ പറയാം കേട്ടോ. ഇനി അത് അങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നും കുഴപ്പമില്ല. MMALS മാമൽസ്. മാമൽസ് എന്ന് ചോദിച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, എന്തായിരിക്കും, പ്രസവിക്കുന്ന ജീവികളെയാണ് കേട്ടോ. വി ഹാവ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, ക്യാൻ യു സേ വാട്ട് ദേ ആർ. നോക്കൂ കുഞ്ഞുങ്ങളെ, എന്താണ് ഈ മാമൽസ്? ഇതിന് കൊടുത്തിട്ടുണ്ട്, മാമൽസ് ആർ എ ക്രിയേച്ചർ ദാറ്റ് ഗിവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക് ടു ദെയർ ഓഫ് സ്പ്രിങ്. എന്ന് വെച്ചാൽ എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ, അതായത് മമ്മൽസ് ആർ എ ക്രിയേച്ചർ ദാറ്റ് ഗിവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. മമ്മൽസിൻ്റെ മലയാളം എന്താ കുഞ്ഞുങ്ങളെ, സസ്തനികൾ. നമ്മൾ ഉഭയജീവികളും അല്ലേ, ആംബിബിയൻസ് ഉഭയജീവികൾ, സിസിലിയനുകൾ അല്ലേ, എന്താ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഉറുമ്പിനെക്കുറിച്ച്, പാറ്റയെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, പാമ്പുകളെക്കുറിച്ച്, എന്തോത്തിനെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത് അല്ലേ. ഇനി ഇഴഞ്ഞു പോകുന്ന ജീവികളെക്കുറിച്ചും മിക്കതിനെക്കുറിച്ചും പഠിച്ചു. പിന്നെ ഇപ്പം സസ്തനികളാണ്. സസ്തനികൾ എന്ന് വെച്ചാൽ എന്താ, പാല് കൊടുത്ത് നമ്മളൊക്കെ അല്ലേ, നമ്മൾ എന്താ പാല് നമ്മളെല്ലാം മനുഷ്യരെല്ലാം എന്താ കുഞ്ഞുങ്ങളെ പാല് കുടിച്ച് വളരുന്നത് അല്ലേ. മമ്മൽസ് ആർ എ ക്രിയേച്ചർ ദാറ്റ് ഗിവ് ബർത്ത്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് സസ്തനികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഈ സസ്തനികളുടെ പ്രത്യേകത എന്തെല്ലാമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കുഞ്ഞുങ്ങളെ, ഫീച്ചേഴ്സ് ഓഫ് മമ്മൽസ് എന്താ, ദേ ഹാവ് ബാക്ക് ബോൺ. നമ്മളെ അങ്ങ് ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ, നമുക്ക് എന്ത്, ദേ ഹാവ് ബാക്ക് ബോൺ, നട്ടലുള്ള ജീവികളായിരിക്കും അല്ലേ. ദേ ഹാവ് ഫർ ഓർ ഹെയർ, ശരീരം രോമം നിറഞ്ഞവയായിരിക്കാം കേട്ടോ. ഇത് അതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവയുടെ ശരീരത്തിൽ രോമങ്ങൾ ഉണ്ട്. ദേ ആൾ പ്രൊഡ്യൂസ് മിൽക്ക് ടു ഫീഡ് ദെയർ എങ്, പാലൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ഹാവ് പിന്നാന്ന് വെച്ചാൽ ചെവിക്കൂടെയുള്ളതൊക്കെ ആയിരിക്കും കേട്ടോ. സസ്തനികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ 4 ചെറിയത് നോക്കി 4 എഴുതി വെച്ചേക്കുക. ആ 4 പഠിക്കണേ നിങ്ങൾ കേട്ടോ. എന്തൊക്കെയാണെന്ന് ഓർത്തോണേ. ദേ ഹാവ് ബാക്ക് ബോൺ ഉണ്ട്, ഫർ ഓർ ഹെയർ. ഫർ എന്ന് വെച്ചാൽ എന്താ, രോമമാണ്, ഹെയർ മുടി അല്ലേ. മിൽക്ക് പ്രൊഡ്യൂസ്, പിന്നെ അതിൻ്റെ അതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ ചെവിക്കുടാന്ന് കേട്ടോ. ചെവിയുടെ കുടയില്ലേ കുഞ്ഞുങ്ങളെ, ചെവിക്കുടാന്ന് വെച്ചാൽ ചെവിയുടെ അടി നമ്മൾ ഈ തൊട്ട് നോക്കുന്നതാണ്ട് എന്തേ ഇത് കേട്ടോ, ചെവിക്കുട. ഓക്കെ ആണോ? ഓണോ കുഞ്ഞുങ്ങളെ? ഓക്കെ. അപ്പോൾ 42 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞല്ലേ, ഇതെല്ലാം പറഞ്ഞല്ലേ, പാമ്പും വിഷമൊക്കെ കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ മീൻ അല്ലേ, അതാണ്ട് ദേ ആർ ആൾസോ മമ്മൽസ്. നോക്കിയേ, കുറേ 4 മമ്മൽസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് അല്ലേ. വെയിൽ, ഡോൾഫിൻ, ബാറ്റ്, ഓട്ടർ. അപ്പോൾ എന്താണെന്നൊന്ന് നോക്കാം. നോക്കിക്കേ, അതിൻ്റെ ചുരുക്കി ഞാനങ്ങ് പറയാം. തിമിംഗലത്തിനാണ് വെയിൽ എന്ന് പറയുന്നത് അല്ലേ. വെയിൽസ് ആർ ലാർജ് ആനിമൽസ് ദാറ്റ് ലിവ് ഇൻ. വെള്ളത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാ? തിമിംഗലമാണ് അല്ലേ. വെള്ളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ജീവി തിമിംഗലമാണ്. വെയിൽസ് ആർ ലാർജ് ആനിമൽസ് ഇൻ വാട്ടർ. ദ ബ്രീത്ത് എയർ. ഇനി ഇത് വായു ശ്വസിക്കുന്നു. ആൻഡ് ഫീഡ് ദെയർ ബേബീസ് അല്ലേ. കുട്ടികളെ പാലൂട്ടിയാണ് ഈ തിമിംഗലം വളർത്തുന്നതെന്ന് കേട്ടോ, പാലൂട്ടി വളർത്തുന്നു. അപ്പോൾ നിങ്ങളുടെ ചോദ്യം, വെള്ളത്തിൽ വെച്ച് ഇങ്ങനെ പാൽ കൊടുക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ആയിരിക്കും അല്ലേ. അതൊക്കെ നടക്കുന്നുണ്ട്, അവർക്കറിയാതെ അല്ലേ. ഡോൾഫിൻ എന്ന് വെച്ചാൽ സമുദ്ര ജീവികളാണ്, സമുദ്രത്തിലെ ജീവികളാണ് ഡോൾഫിൻ. ഡോൾഫിൻ ആർ മറൈൻ മമൽസ് ആണ്. ബുദ്ധിയുള്ളവയും സ്വബോധമുള്ളവയുമാണ്. ദേ ആർ ഇൻ്റലിജൻ്റ് ആണ്. ഡോൾഫിൻ ഭയങ്കര ഇൻ്റലിജൻ്റ് കേട്ടോ, നല്ല ബുദ്ധിയുള്ള ഇതാണ് ഈ ഡോൾഫിന്. പിന്നെ ആൻഡ് സെൽഫ് അവെയർ ആയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ബാറ്റ്, വവ്വാലോ. ബാറ്റ് ആറ് ഫ്ലൈയിങ് മമൽസ് ആണ്, പറന്ന് കിടക്കുന്ന ഒരു സസ്തനിയാണ് നമ്മുടെ വവ്വാല്. ദെയർ 4 limbs ആൻഡ് അഡാപ്റ്റഡ് ആസ് വിങ്സ്. ഇവയുടെ മുൻകാലുകളാണ് ചിറകുകളായി മാറിയിട്ടുള്ളത്. നിങ്ങൾ ആ പടം കണ്ടാൽ അറിയായിരിക്കും, കണ്ടോ, ഇതിൻ്റെ കാലായിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ 2 അതാണ്. അതായത് ഓട്ടേഴ്സ് ആറ് ഓക്കെ, അതായത് ബാറ്റ് ആറ് ഫ്ലൈയിങ് മമ്മൽസ്, പറക്കുന്ന സസ്തനിയാണ്. ദെയർ 4 limbs ആർ അഡാപ്റ്റഡ് ആസ് വിങ്സ്. ഇവയുടെ മുൻകാലുകളാണ് ചിറകുകളായിട്ട് മാറിയിട്ടുള്ളത്. അടുത്ത ഓട്ടർ. ഈ ഓട്ടർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓട്ടർ നീർനായയാണ് കേട്ടോ, നീർനായ കേട്ടോ. അതിൻ്റെ പടം കൊടുത്തേക്കുന്നുണ്ടോ? ഇതാ നീർനായ എന്ന് വെച്ചാൽ ഓട്ടേഴ്സ് ആർ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽ. ഇത് ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസ് ആണ്. എന്ന് വെച്ചാൽ എന്താ, ഇതൊരു മാംസപ്പൊക്കുകളാണ്. പിന്നെ ദേ ഫീഡ് ഓൺ ഫിഷ്, ഫ്രോഗ്, സ്മാൾ ബേർഡ്സ്, ഷെൽഫിഷ്. എന്ന് വെച്ചാൽ ഇതാ മീനും അതുപോലെ തന്നെ തവള, ചെറിയ പക്ഷികളും, കക്കകൾ, ചിപ്പികൾ, വെള്ളത്തിൻ്റെ സൈഡിലാണ് ഇത് കൂടുതലായിട്ടും താമസിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ കഴിക്കാൻ കേട്ടോ, ഇവ ഭക്ഷിക്കുന്നു. അപ്പം ഈ ടെസ്റ്റിൽ തന്ന 4 പടത്തിൻ്റെയും ഈ 2 പോയിന്റ് വെച്ച്, ചെറുത് നോക്കി ഈ 2 പോയിന്റ് വെച്ച് ഞാൻ തന്നിട്ടുണ്ട്. എഴുതിയെടുക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങൾ, എഴുതിയെടുക്കണേ. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത കുഞ്ഞുങ്ങളെ, ഈ തീരുന്നില്ലേ അല്ലേ, വലിയ ചാപ്റ്ററാണ്. നോക്കിയേ, സം മമ്മൽസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്. ഫോർ വാട്ട് പർപ്പസ് ഡു വി കീപ്പ് ദം? ഇനി നോക്കൂ നിങ്ങളെ, അത് ഞാൻ എഴുതിയിട്ടുണ്ടോ? സം ആനിമൽസ് ഇവന്തോ
അതില്ല. ചില ജീവികൾ അത് നോക്കണേ കുഞ്ഞുങ്ങളെ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ എന്താ നോക്കണേ, സം ആനിമൽസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ് അല്ലേ, ചിലത് എന്താണ് ഡൊമസ്റ്റിക് ആനിമൽസ് ആണ്. അങ്ങനെ ഒരു ചോദ്യം നോക്കട്ടെ കുഞ്ഞുങ്ങളെ. സം ആനിമൽസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്, ഫോർ വാട്ട് പർപ്പസ് ഡു വി കീപ്പ് ദം എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടായിരുന്നോ ടെസ്റ്റിൽ? കണ്ട ഈ ചോദ്യമാണ്, അത് ഞാൻ എഴുതിയില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ചില സസ്തനികൾ വളർത്തുമൃഗങ്ങളാണ് അല്ലേ, ഇവ എന്തിനൊക്കെയാണ് വളർത്തുന്നതെന്ന്. ചില ജീവികൾ വളർത്തുമൃഗങ്ങളുണ്ട് ഇതിനകത്തില്ലേ, എന്തിനൊക്കെയാണ് ഇതിനെ വളർത്തുന്നതെന്ന്. എന്തിനാ? പാല് കിട്ടാൻ വേണ്ടി, പിന്നെ വിനോദത്തിന് വേണ്ടി, മാംസത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ കേട്ടോ. അവിടെ ഒന്ന് എഴുതിയേക്കണേ കുഞ്ഞുങ്ങളെ, ഞാനത് എഴുതിയില്ലായിരുന്നു കേട്ടോ. മീറ്റ് ഇവിടെ എഴുതണേ, ഫോർ മീറ്റ്, ഫോർ മിൽക്ക് കേട്ടോ, കേട്ട് എഴുതിക്കോണേ. പിന്നെ മിൽക്ക്, MILK മിൽക്ക്, പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടി PROTECTI പ്രൊട്ടക്ഷന് കേട്ടോ. ആ 3 എഴുതിയാൽ മതി. ഓക്കെ ആണോ? അടുത്ത അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നോക്കിയേ, ഈവൻ ദോ ഡൊമസ്റ്റിക് ആനിമൽസ് ആർ ഹെൽപ്ഫുൾ ടു അസ്, സംടൈംസ് ഹ്യൂമൻ ഗെറ്റ് ഡിസീസർ ഫ്രം ദം, ഫൈൻഡ് ഔട്ട് ദ ഡിസീസുകൾ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ജീവികളെയൊക്കെ വളർത്തുന്നു അല്ലേ, വളർത്തുമൃഗങ്ങൾക്ക് ഉപകാരിയാണെങ്കിലും, ഈവൻ ദോ ഡൊമസ്റ്റിക് ആനിമൽ ഹെൽപ്ഫുള്ളാണ്, ഇവരൊക്കെ നമുക്ക് ഉപകാരികളാണെങ്കിലും അവയിൽ നിന്നും മനുഷ്യർക്ക് രോഗങ്ങൾ അല്ലേ, രോഗങ്ങൾ പകരാറുണ്ട്. ഏതെല്ലാം രോഗങ്ങളാണെന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് ചോദിച്ചത്. നോക്കുഞ്ഞില്ലേ, ഈവൻ ദോ ഡൊമസ്റ്റിക് animals are helpful to us, sometimes human get diseases from them. ഏതൊക്കെയാണ് നിങ്ങളെ? പേവിഷബാധ, പിന്നെ പക്ഷിപ്പനി, നിപ്പ, എലിപ്പനി, പന്നിപ്പനി കേട്ടോ. ഏതെങ്കിലും ഒരു 4 പേര് പഠിച്ചു വെച്ചേക്കണേ. റാബീസ്, ബേഡ് ഫ്ലൂ, റിംഗ് വോം, ആന്ത്രാക്സ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ഈ ജീവികളിൽ നിന്നും ഉണ്ടാകുന്നത് കേട്ടോ. 44-ാമത്തെയാണ്. നമ്മുടെ വളർത്തുമൃഗങ്ങൾ നമുക്ക് ഉപകാരികളാണ്, പക്ഷെ ഇവ നമുക്ക് എന്താ പടി തരും കേട്ടോ. അത് ഓർത്തോണം. മനുഷ്യർക്ക് രോഗങ്ങൾ പെടാറുണ്ട്, അവരിൽ നിന്നുണ്ടാകുന്നതാണ് റാബീസ്, ബേഡ്സ് ഫ്ലൂ, റിംഗ് വോം, ആന്ത്രാക്സ് തുടങ്ങിയ രോഗങ്ങൾ കേട്ടോ. 44 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ട്. അടുത്ത 45-ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ. വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ എടുക്കണം? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കേട്ടോ. വളർത്തുമൃഗങ്ങളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ, വീട്ടുകളിൽ പട്ടി, പൂച്ച, ബേഡ്സ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും വളർത്തുന്നുണ്ട്. ഇവയെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ, എന്തെല്ലാം നമ്മൾ എടുക്കണം? വാഷ് ഹാൻഡ്സ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പെറ്റ് ആനിമൽസ്, ഇംഗ്ലീഷുകാർ എഴുതിയെടുക്കണം കേട്ടോ. അവോയ്ഡിങ് ടച്ചിങ് ആനിമൽസ് ബാൾഡ് സ്പോട്ട്, കീപ്പ് ആനിമൽസ് ഇൻ ക്ലീൻ ആൻഡ് ഡ്രൈ പ്ലേസസ്. എന്ന് വെച്ചാൽ വളർത്തുമൃഗങ്ങളെ ഇതിനെയൊക്കെ നമ്മൾ എടുത്ത് തൊട്ട് കഴിഞ്ഞാൽ കൈ നല്ലതുപോലെ നന്നായി കഴുകണം. വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനുകൾ സമയാസമയങ്ങളിൽ അതിനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം. ശരീരത്തിൽ രോമം നഷ്ടപ്പെട്ട മൃഗങ്ങളെ പിന്നീട് തുടരുത്. അതിൻ്റെ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടായിരിക്കും അതിൻ്റെ രോമങ്ങൾ പൊഴിയുന്നത്. പിന്നീട് നമ്മൾ അതിനെ പോയി തുടരുത്, കാരണം അത് നമുക്കും ആവും. വളർത്തുമൃഗങ്ങളെ സൂക്ഷിക്കുന്ന പ്രദേശം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നൊക്കെയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു 3 പോയിന്റ് പഠിച്ചു വെച്ചേക്കണം. ഇംഗ്ലീഷും മലയാളവും 3 വീതം എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഈ പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത് നോക്കിക്കേ, എക്സ്റ്റിങ്ക്റ്റ് ക്രിയേച്ചർ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. എക്സ്റ്റിങ്ക്റ്റ് ക്രിയേച്ചർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? അതായത് അന്യം നിൽക്കുന്ന ജീവികൾ എന്നാണ് കേട്ടോ. എന്താണ് അന്യം നിൽക്കുന്ന ജീവികൾ? ജീവികളുടെ വംശനാശത്തിന് കാരണങ്ങൾ എന്തെല്ലാമാണ്? ഈ ജീവികളൊക്കെ വംശനാശം സംഭവിക്കുന്നതിന് കാരണങ്ങൾ എന്തെല്ലാമാണ്? നല്ല തണുപ്പാണെങ്കിൽ ചില ജീവികൾക്ക് അവിടെ പറ്റത്തില്ല. ഡ്രോട്ട്, വരൾച്ച വന്നാൽ ചിലതിനൊക്കത്തില്ല. വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് വെച്ചാൽ അഗ്നിപർവ്വത സ്ഫോടനം വല്ലതും ഉണ്ടായാൽ, പിന്നെ എപ്പിഡമിക് എന്ന് വെച്ചാൽ രോഗങ്ങൾ വല്ലതൊക്കെ വ്യാപിച്ചു കഴിഞ്ഞാൽ ജീവികൾക്ക് അവിടെ നിൽക്കാൻ ഒക്കത്തില്ല കേട്ടോ. 46 ക്വസ്റ്റ്യൻ ആൻസറായി. അടുത്തത് 47-ാമത്തെ നോക്കൂ നിങ്ങളെ. മനുഷ്യൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ജീവികളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുന്നത്? ഏതൊക്കെയാ? മനുഷ്യൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിയുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതെയാക്കുന്നത്? ഇതെല്ലാം നമ്മുടെ ടെസ്റ്റിൽ ഈ പേജിനകത്തിൽ 154-ാമത്തെ പേജിൻ്റെ ആണ് നിങ്ങൾ കേട്ടോ. ചോദ്യം തന്നെ അതിൽ കിടപ്പുണ്ട്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്ട്രോയ്? നോക്കണേ, നോക്കിക്കേ. ഡിഫോറസ്റ്റേഷൻ വനനശീകരണം, ബേണിങ് കത്തിക്കൽ, ഫില്ലിംഗ് അപ്പ് ഓഫ് വെറ്റ്ലാൻഡ് നിലം നികത്തൽ, കൺസ്ട്രക്ഷൻ വർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3-4 പഠിച്ചു വെച്ചേക്കണേ. ചോദ്യം കേട്ടായിരുന്നല്ലോ, വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ്? നമ്മുടെ പ്രവർത്തനങ്ങളെ ഡിസ്ട്രോയ് ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് ക്രിയേച്ചർ. മനുഷ്യൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ജീവികളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുന്നത് എന്നുള്ളതിൻ്റെ 4 അടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജീവികൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് നിങ്ങളെ?
ആ ടെസ്റ്റിലെ പടം കണ്ടോ, ഇതൊക്കെ വംശനാശ ഭീഷണി നേരിട്ട ജീവികളാന്ന് വെച്ചാൽ ഇവിടുന്ന് പോയതാണ് കേട്ടോ. ഏതൊക്കെയാ? ഇന്ത്യൻ പാങ്കോലിൻ കേട്ടോ, പാൻഗോലിൻ എന്ന് വെച്ചാൽ ഈനാമ്പേച്ചി കേട്ടോ, ഈനാമ്പേച്ചി. പിന്നെ ബംഗാൾ ടൈഗർ, ബംഗാൾ കടുവ. ടൈഗർ സ്പൈഡർ എന്താ, കടുവ ചിലന്തി. ഫംഗോയിഡ് ഫ്രോഗ്, മണവാട്ടിത്തവള. ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ പടം. ഓക്കെ ആണോ? അടുത്ത നോക്കിയേ, ലാസ്റ്റ് ആവും ഞങ്ങളെ ജീവികളും അന്ധവിശ്വാസങ്ങളും. ചില ജീവികൾ അല്ലേ, ചില അമ്പലങ്ങളിലൊക്കെ പോയാൽ ഒരു കോഴിയെ വെച്ചിട്ട് 50 പേരെ 100 പേരെയൊക്കെ അത് തലയ്ക്ക് ഒഴിഞ്ഞ് ഒരു വിശ്വാസമാണ്. കോഴിയെ എടുത്ത് തലയ്ക്ക് വട്ടം ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുമെന്നാണ്. പക്ഷേ അത് എത്ര പേരെ ആ കോഴിയിട്ട് വട്ടം കറക്കുന്നു എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ചില അമ്പലത്തിലൊക്കെ ഞങ്ങളൊക്കെ പോയി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യുന്നതാണ്. എന്താ, അപ്പം രോഗങ്ങൾ മാറുകയും ചെയ്യും. പക്ഷേ ആ കോഴി എന്ത് പഴച്ചു എന്നുള്ളതാണ് അല്ലേ, കോഴിയെ ഇട്ട് വട്ടം കറപ്പിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ചിലർ ആടിനെയൊക്കെ കൊടുക്കുന്നു അല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അപ്പോൾ ഇതൊക്കെ പെട്ടുപോകുന്നത് ആ കോഴിയല്ലേ, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. അടുത്ത നോക്കിയേ, ജീവികളും അന്ധവിശ്വാസങ്ങളും. ക്രിയേച്ചർ ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് എന്നാണ്. സൂപ്പർസ്റ്റിഷൻസ് അതായത് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ചില ജീവികളിൽ. ടെസ്റ്റിൽ പഠിക്കാനുള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഞാനത് പറഞ്ഞത് കേട്ടോ, അല്ലാതെ ഞാനൊന്നിനെയും അങ്ങനെ പറഞ്ഞതല്ല. നോക്കിക്കേ, there are many misconceptions about the creature. What problems do such misconceptions create? ഒന്ന് അടുത്ത് നോക്കണേ എന്താ. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ അന്ധവിശ്വാസങ്ങളും ഉള്ള ജീവികൾ, അങ്ങനെയൊക്കെ പെട്ടുപോകുന്ന ജീവികളാണ് പാമ്പ് അല്ലേ, സർപ്പം, വെള്ളിമൂങ്ങ, നക്ഷത്ര ആമ എന്നിവയൊക്കെയാണ്. 2 പേര് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം കേട്ടോ. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രോബ്ലംസ് ഡു സച്ച് മിസ്കൺസെപ്ഷൻസ് ക്രിയേറ്റ്? ഈ അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ജീവികൾക്ക് ഉണ്ടാക്കുന്നത്? അന്ധവിശ്വാസങ്ങൾ മൂലം മനുഷ്യർ എന്തൊക്കെയാണ് നിങ്ങളെ ജീവികൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഹണ്ടിങ് ഓഫ് എ ക്രിയേച്ചർ, വേട്ടയാടലുകൾ കേട്ടോ. പിന്നെ ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം. പിന്നെ കുറേ ഉണ്ട്, ആ 2 നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസറുകളും ഉണ്ട്. ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻസ്, എക്സ്റ്റിങ്ഷൻ ഓഫ് ക്രിയേച്ചർ കേട്ടോ. 2 എഴുതിയാൽ മതി, എൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ? നമ്മുടെ ഈ പാമ്പ്, ഇന്ത്യൻ സ്റ്റാർട്ട, ഇതൊക്കെ എന്താ കഴിഞ്ഞാൽ സൂപ്പർസ്റ്റിഷൻസ് കേട്ടോ. അതിനുള്ള 4 ഇത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും കേട്ടോ, എൻഡ് ഓഫ് ദ ചാപ്റ്റർ എല്ലാം തീർന്നിട്ടുണ്ട്. ഞാൻ 50 ക്വസ്റ്റ്യൻ ആൻസറുകൾ തന്നിട്ടുണ്ട്. ആ 50 വൃത്തിയായിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. വൃത്തിയായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഞാൻ എന്നും വാച്ച് ചെയ്യും. എന്നും കമൻറ്റ് ഇടുന്ന കുറേ എണ്ണം ഉണ്ട് നിങ്ങളെ. ഞാനത് അടുത്ത ക്ലാസ്സിൽ ഞാനത് പറയണമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ ക്ലാസ് കണ്ടിട്ട് കമൻറ്റ് പറയുന്ന കുറേ പേരുടെ പേര് പറയണം കേട്ടോ. ഞാൻ സത്യം പറയും എന്നും ഓർക്കും, പക്ഷേ ഇങ്ങനെ പഠിപ്പിച്ച് പോകുമ്പം അങ്ങ് മറന്നു പോകുന്നതാണ്. പക്ഷേ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാനത് പറയാം കേട്ടോ. കുറേ പേരുണ്ട് എനിക്ക് എന്നും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുന്ന കേട്ടോ. അവരുടെ പേര് ഞാൻ പറയാം. ഓക്കെ നിങ്ങളെ, താങ്ക് യു.